ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കൊറിയ വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ കമ്പനിയിൽ പുതിയ MCA ഇറക്കി, പുതിയ പ്രിവോ ഇറക്കി. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ MCA കാണിക്കാൻ പോകണം കേട്ടോ. അതിന് മുമ്പ് ഇതുവരെ നമ്മൾ ഗ്രൂപ്പിൽ ഇതുവരെ വന്നിട്ടില്ല വീഡിയോയിൽ. നമ്മുടെ കമ്പനിയുടെ ബാക്ക് ബോൺ 2 മഹത് വ്യക്തികൾ, നമ്മുടെ മുതലാളിമാർ. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ആട്ടോ. അതെ, മിന്റു ചേട്ടനുണ്ട്, സാമ്പായുണ്ട്. പുതിയ വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് രണ്ടുപേരും ഹാപ്പി അല്ലേ? ഇപ്പൊ കാനഡ വന്നല്ലേ, നമ്മളെ KL സീരീസിലൊരു വണ്ടി ഇറക്കാനായിട്ടുള്ള ഒരു ഇതെന്തായിരുന്നു? കേരള മലയാളികളാണ്, സാമ്പായ് നാട്ടിലെവിടെയാണ്? റാന്നി, പത്തനംതിട്ട. പിന്നെ ചേട്ടൻ പത്തനംതിട്ട, പന്തളം, തുമ്പമണ്ഡലം. എത്ര ദിവസമുണ്ട് മൊത്തത്തില്? 26 ബസ്. ഈ പുതിയ ബസ്സിനെ പറ്റി എന്താ പറയണേ? പുതിയ ബസ്സൊക്കെ അടിപൊളിയല്ലേ, നമ്മുടെ ഡ്രീം ആയിരുന്നു. ഫൈനലി നമ്മൾ ആ വണ്ടികൾ എടുത്തു. എല്ലാരും ഹാപ്പി, നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പി, അടിപൊളി ഹാപ്പി. ഞങ്ങള് ചുമ്മാ റോഡ് ട്രിപ്പ് കേട്ടോ. നമ്മുടെ മുതലാളിയുടെ കൊച്ചിനെ സ്കൂളിൽ നിന്ന് ഇറക്കണം. സ്കൂളിൽ നിന്ന് ഇറക്കാൻ പോണത് വലിയ ബസ്സിലാ, എൻ്റെ പൊന്നിൻ്റെ. അപ്പോൾ സാമ്പായ വരുന്നില്ല. ഞാനും മിന്റു ചേട്ടനും നമ്മുടെ വിതുരനും ഉണ്ട്. വിതുരനെ കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് 2 വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബസ്സാണോ നമ്മൾ ഇവിടെ സാർണിയ അമേരിക്ക ബോർഡറിൽ പോയിട്ട് വണ്ടി കൈമാറ്റം ചെയ്തെടുത്തത്. ഞാനും വിതുരനാണ് പോയത്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ ഇതായിരുന്നു. അതിനത് അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ പ്രിവോ ബ്രാൻഡ് ന്യൂ തന്നെയാണ്. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ MCAക്ക് കമ്പനി ഇട്ടേക്കുന്ന നമ്പർ KL 66 കേട്ടോ, 66. നമ്മളിന്ന് ഇവനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. നല്ല ടെമ്പറേച്ചർ, നല്ല വെതർ, അതിന് മാത്രം തണുപ്പൊന്നുമില്ല. നമുക്ക് നോക്കാം. ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പം രാവിലെ ആകുമ്പോഴേക്കും ഒരു 9 ആകുമ്പോൾ കമ്പനിയിൽ വരാൻ പറഞ്ഞ് MCA കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായി. ഒരു ട്രെയിനിങ്, ഇൻട്രൊഡക്ഷൻ, നമുക്ക് വീൽ ചെയർ ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇൻട്രോ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അയാൾ വന്നു. 2 മണിക്കൂർ കൊണ്ട് വണ്ടീനെ പറ്റി ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്ത് തന്നു. ഉള്ളിലത്തെ പാനൽ ഫുൾ വ്യത്യാസമാണ്, നമ്മളെ പഴയ വണ്ടി പോലെ ഒന്നുമല്ല, ഫുള്ള് കിഡിലാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് വണ്ടി കയറുന്നു. MCA J4500. വണ്ടിയുടെ സാരഥി നമ്മുടെ മുതലാളി. നമ്മൾ പുറകിലിരിക്കുന്നു, വീഡിയോ എടുക്കുന്നു. കൂട്ടത്തിന് ചിരിക്കാനായിട്ടൊരു പട്ടിക്കൂട്ടനുണ്ട്. എന്നാലും ഇത് ചതിയായി പോയിട്ടാ. ഡുവൽ ക്യാമറ, ഡ്രൈവർ എന്ത് ചെയ്യണമെന്നൊക്കെ ഇനി കാണും. അത് ക്യാമറയാണ്. Whenever you start driving the bus, release the maxi, cover the brake, make sure the headlight is on, and you will come across people, they run the fog light on. Absolutely no reason. So make sure it's all the time on, right? Okay. So I am just going to start rolling the bus. Yeah. Right now my service brake is holding the bus. Yeah. Maxi is applied. Yeah. Gas. Bus is holding fully. Yeah. Released. Now I'm just going to start moving the bus. The bus was not rolling for the last 2-3 days, so it's kind of grindy. I'm going to check if the bus is dragging, if the brakes are effective, right? Once I pass this one, I need to grab a speed of like 10 to 20 kilometer. Yeah. Hold on. Brake is applied, the bus is not pulling to the left or to the right. Yeah. It's in a straight line, which means there is no issues. If the bus is pulling to any of the side, that means the bus has got issue with the chamber. Okay. And the bus cannot be on the road. Okay. Alright, take your own sweet time. Like if you go to some street that you don't know, you block the traffic, no biggie. Yeah. Call 911, they are going to come and take you out. No tickets, nothing. Okay. But if you hit something, that's a whole different can of food. Like when whoever comes and honk at you, it doesn't matter. Yeah. Stay there. എൻ്റെ ചേട്ടാ വണ്ടിക്കകത്ത് എന്നെ സൈലന്റ് അല്ലേ? ഇത് ഏത് ഇയറായിരുന്നു? ഞാൻ ചോദിച്ചതേ, വണ്ടി എടുത്തോണ്ടെന്ന ദിവസം ഇത് എത്ര ഇയർ?
നമ്മൾ റെയിൽവേ ക്രോസ് എത്തുമ്പോൾ വണ്ടി നിർത്തി ഫോർവേഡ് ഫ്ലഷർ ഇട്ട് ഡോറ് തുറന്ന് അടച്ച് ഈ റെയിൽവേ ലൈൻ കഴിയുമ്പോൾ ഫോർവേഡ് ഫ്ലഷ് ഓഫ് ചെയ്യും. അത് സെറ്റപ്പ്. Where did I was in the bus or on the? No, we were in the bus. Yeah. We logged in. We turned the bus on. So we did the air brake check. We turned it off. We checked the airs. This is a buffet, right? തന്തൂരി ഫ്ലെയിം. Just clients. Yeah. So whatever you guys do, man, you need to be very vigilant because Yeah. I don't know. You ever drove a charter bus before? No, sorry. Okay. No, I've been doing it with your company. No, before Not that. before that, no. It was only TTC and your region. Yeah. So when we talk about high-end customers, Yeah. in addition to your salary, Yeah. you get handful of tip. Okay. So it's that ranges from 150, 100. Like again, that is by the tour company, Okay. and for a minute or two, doesn't cost me anything. ഇവിടെ കർബുണ്ട്, ചെറിയ എൻട്രൻസ്. അവനെ ചെറുക്കൻ ഞെട്ടും കേട്ടോ. ഇതിനു മുമ്പ് വന്നായിരുന്നോ? ഇന്നലെ പ്രയോജനം കൊണ്ടാണ് എടുത്തത്. ആഹാ. ബസ്സിൻ്റെ സീറ്റൊക്കെ നോക്കിയേ, എന്താ സീറ്റ് നോക്കിയേ, പൊളിക്കുക ആൾക്കാർ സെറ്റ്. ഇതിന് ഏറ്റവും പുറകിൽ വീൽ ചെയർ ആക്സസിൻ്റെ സാധനം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ആൾക്കാരെ പിക്ക് ചെയ്യണത് ഇതിൽ കൂടിയാണ് വീൽ ചെയറിലെ ആൾക്കാരെ ലിഫ്റ്റ്. അതിൻ്റെ അടിയിൽ ലിഫ്റ്റ് ഉണ്ട്, പൊന്തി ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ സീറ്റൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് തള്ളി വയ്ക്കണം, എന്നാലും നടക്കുള്ളൂ. ഇന്റീരിയർ ലൈറ്റ്സ് ഒക്കെ എൻ്റെ പൊന്നെ, ഈ ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡിം ബ്രൈറ്റൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ടി വി ഉണ്ട്, ആൾക്കാർക്ക് HDMI കേബിൾ വെച്ച് കണക്ട് ചെയ്യാം എല്ലാവർക്കും ഇത് ഇൻഡിവിജ്വലായിട്ട്. അവർ 3 സീറ്റിലൊക്കെ ഒരു ടി വി. ഇത് വിതുരൻ്റെ വണ്ടിയാന്ന് പറയാം. വിതുരൻ ബോസ് ഇസ് ഗിവിംഗ് ദിസ് ബസ് ഫോർ us. MCI എൻ്റെ പൊന്നോ, നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലിരിക്കാം, ഹോട്ട് സീറ്റ്. എന്താ വണ്ടി, ഇതിൻ്റെ വേറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പെഡൽ ഷിഫ്റ്റിൻ്റെ അവിടെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇത് നിൽക്കുക, ഡയഗ്നോസ്റ്റിക്സ്, ഫുള്ള് വണ്ടീനെ പറ്റിയിട്ട് ഇവിടെ അറിയാം. ഭയങ്കര സിസ്റ്റം കേട്ടോ, അതൊക്കെ കുറേ പഠിക്കാനുണ്ട്. ഞാൻ ഇന്നതിനുള്ളിൽ കയറിയുള്ളൂ. നല്ല ഓപ്പൺ സ്പേസാണ്. നമ്മുടെ കമ്പനീൻ്റെ അടുത്താണെങ്കിൽ വേറെ അടുത്തടുത്ത് കുറേ വണ്ടികളുള്ളതുകൊണ്ടേ നമുക്ക് മര്യാദയ്ക്ക് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല വ്യൂ ഉണ്ട്. എന്നാണ് ഇത് ഓടിക്കാൻ കിട്ടുന്നത് എനിക്കറിയില്ല കേട്ടോ, അത് വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഇറക്കിയിരിക്കും. ഇനി വണ്ടി നേരെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഓൺ എക്സ്പ്രസിൻ്റെ സ്റ്റിക്കർ ഈ ഭാഗത്ത് വരും. നല്ല രസമായിരിക്കില്ലേ കാണാനായിട്ട്. നമ്മൾ ഹൈവേ കൂടി പോകുമ്പോഴേ നമ്മളെന്നും കൊതിക്കും, സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ ബസ്സൊക്കെ പോകുമ്പം. അത് നമ്മുടെ കമ്പനി മേടിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര സർപ്രൈസായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. സമയം ഇപ്പോൾ 1 മണിയായി. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ യാർഡിൽ പോകുന്നു. ഞാൻ കാർ എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. ഇന്ന് നൈറ്റ് എനിക്ക് ട്രിപ്പുണ്ട്, രാത്രി 1:20 കേട്ടോ. 1:20 ട്രിപ്പ് ലണ്ടനിലോട്ട് ഇന്ന് ട്രിപ്പുണ്ട്. ഏത് വണ്ടിയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു 360 ഡിഗ്രി ക്യാമറ ഞാൻ റിയലി മിസ് ചെയ്യുന്നുണ്ട്. ഓർമ്മ മേടിക്കണം എനിക്ക്. അതുണ്ടെങ്കിലേ നമുക്കിത് ഇവിടെ ഇറങ്ങുന്ന പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം പിന്നെ ഫ്രണ്ടും ബാക്കും ഒക്കെ സൂപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സീറ്റ്, ഡ്രൈവർ സീറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സുഖമാണ് ഡ്രൈവർ സീറ്റ് ഇരിക്കാനായിട്ട്. ഈ ലംബർ സപ്പോർട്ട് ഇതുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ ഇവിടെയാണ്. ഈ സ്വിച്ച് കേട്ടോ, അങ്ങനെയുണ്ട്. നല്ല കിടലൻ സീറ്റല്ലേ. ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറുതായിരിക്കും കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ, കാര്യം ഒരു ഡേ ടൈം സമയം. കാര്യം ഞാൻ ഫുൾ നൈറ്റ് ട്രിപ്പാണ് ഓടിക്കുന്നത്. ഡേ ടൈമിൽ നമുക്ക് 2 പേരെ ഇന്നത്തെ വീഡിയോൻ്റെ ആവശ്യമുള്ള 2 ആൾക്കാരെ അവിടെ തന്നെ കിട്ടിയപ്പം പിന്നെ ഞാൻ നോക്കിപ്പോയി. കുറച്ച് സമയം കളഞ്ഞാലും കുഴപ്പമില്ല, അത് ഇതങ്ങ് എടുത്തിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ആയി. ഒടിഞ്ഞു വരുന്നുണ്ടല്ലോ നന്നായിട്ട്, ടാഗാസിലുള്ളതുകൊണ്ട്. ഈ നേരെ കാണുന്ന ഗുരുദ്വാര. The bus is not going to go on to this. യെസ്, Yeah, it's too low. റിവേഴ്സ് എടുക്കുന്നു. അയ്യോടാ, പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യായിരുന്നു, നല്ല രസമായിരുന്നു തന്നെ. Nice bus car. ഓ, ബാക്ക് ക്യാമറ Both, even though രണ്ടിലും ഉണ്ടല്ലേ. Yeah. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ബാക്ക് ക്യാമറ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ. മലയാളി, വിത്ത് യുവർ പെർമിഷൻ. Yes, sir. താങ്ക് യു സോ മച്ച്.
this opportunity. Are you ready? Yes, sir. Stop sign on left or right? Right. ഈ ടാഗ് വീല് തിരിയണതേ അതിന് സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അത് ഫുൾ ഓട്ടോമാറ്റിക് അല്ലേ? So the tag wheel you need to familiarize yourself. It is going to take a couple of driving to get yourself comfortable. So you need to be able to. The way how the other buses turn and how this one turns is totally different. This one doesn't need that much of space to turn around. Because they automatically release. Whenever you are trying to go left, the tail of the bus is going to push you right. And when you're trying to make right, it's going to push you to the left. ഞാനൊരു ട്രയൽ റൺ എടുത്തു കഴിഞ്ഞു. നമുക്ക് നേരെ വീല് നേരെ V2 കൊടുത്തു. V2 മീൻസ് വിത്തുര. Yes, sir. ഇനി നേരെ V2 ഓടിക്കും യാർഡ് വരെ. Anybody can be a driver. They can becoming a coach operator is totally different thing. അങ്ങനെ നമ്മളെ തിരിച്ചെത്തി. വിതുരൻ Don't shut down take off the high idle. Okay, removing it. Okay, let the bus run for a few minutes. Okay. Turn off all of the Switches. yes sir, headlights, AC, everything, stereo. നമ്മൾ തിരിച്ച് നമ്മളെ യാർഡിലെത്തി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നതാണ്. അടുത്ത വീഡിയോ പ്രിവോൻ്റെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പുറകെ കിടക്കണ ഈ കുട്ടനുണ്ടോ, ഈ കീടുള്ള സാധനം ഡോഡ്ജ്, ഹെൽക്കാറ്റ്, ഡുറാങ്കോ, ഇതിൻ്റെ വീഡിയോ ഇറക്കണം കേട്ടോ മുതലാളി. അപ്പം ഹാപ്പി. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരും കേട്ടോ. ഒരു ബൈ ബൈ പറഞ്ഞേ, ഇതിനൊരു ബൈ ബൈ പറഞ്ഞേ. Hi guys. ബൈ ബൈ.